നിലാനോടാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഈ വർക്ക് ഈ പറഞ്ഞത് കുറച്ച് പേര് ചേർന്നിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ കൂട്ടത്തിൽ എന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു, ഇങ്ങനൊരു വർക്ക് ഉണ്ട്, സ്റ്റോറി ഉണ്ടെന്ന്. അതിനുശേഷം ഈ ടീം എന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ഒരു ക്യാമ്പ് വെച്ചപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതിൽ ഒരു ഡേ ക്യാമ്പിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, എനിക്ക് വർക്ക് ഉള്ള സമയമായതുകൊണ്ട് ക്യാമ്പിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഫിക്സ് ആണ്, നീ വന്നോളൂ, ഷൂട്ടിന്റെ ഡേറ്റ് അറിയിക്കാം എന്നാ പറഞ്ഞത്. അതായിരുന്നു എന്നെ എവിടെങ്ങനെയാണ് കണ്ടെത്തിയത്. ഇതെല്ലാം പുതുമുഖങ്ങളാണല്ലോ. അപ്പൊ ഈ ഇവരെല്ലാവരെയും കൂടെയും വർക്ക് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞാനും പുതുമുഖമാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. കാര്യം ഇപ്പം ഞാൻ മാത്രം ആക്ട് ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കില്ല. ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തരുന്ന റിയാക്ഷൻസിലാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഞാനൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വിഷമമുള്ള സീൻ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിരിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ എനിക്ക് അത്രയും ടെൻഷൻ ആവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവരും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് തരുന്ന റിയാക്ഷൻസ് നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി ഈ ക്രൂ ആയിട്ട്. താങ്ക് യു. ഇവരെ എല്ലാ നായികളോടൊക്കെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സിനിമയിലെ എല്ലാ ക്രൂ, നായികയായാലും എല്ലാ എപ്പോഴും ക്രൂ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇതെൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിൻ ചേട്ടൻ പറഞ്ഞ കണക്ക് ഈ ഫിലിമിൻ്റെ കഥ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്റ്റോറിയും ഒരു ക്യാരക്ടർ മറ്റാർക്കെങ്കിലും കൊടുത്താലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞത്. ഫിലിമിൽ ഉള്ള ക്യാരക്ടർ നായകൻ എന്നുള്ളതില്ല, ഇതിനകത്ത് രണ്ട് ജോണറിൽ പോകുന്ന ഒരു സംഭവമാണ്. ജോണറല്ല, രണ്ട് ക്യാരക്ടറും രണ്ട് രീതിയിലാണ് പോകുന്നത്. കൂടുതലായിട്ട് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതാണ്. നല്ലൊരു ക്രൂ ആണ്. ക്രൂ മെമ്പേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു, എസ്പെഷ്യലി ഡയറക്ടർ. എങ്ങനെയാണ് നമ്മളെ പോലീസ് നിങ്ങളിലേക്ക് എത്തിയത്? പോലീസായിട്ട് വേഷം ചെയ്തിരുന്നത് ഡൈസൺ തോമസ്. ഡൈസൺ തോമസ് എന്ന സുഹൃത്തിനെ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ടച്ച് മീ നോട്ട്. അതിൻ്റെ മെയിൻ തീം തന്നെ സ്ത്രീ ഒരു അവസരമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന ടൈറ്റിലോടുകൂടിയാണ്, ഒരു കോൺസോടുകൂടിയാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിബിയാണ്. അദ്ദേഹം വിദേശത്താണ്. സിബിയുടെ സുഹൃത്താണ് ഡൈസൺ. സിബി വഴിയാണ് ഡൈസൺ എന്നിലേക്ക് എത്തുന്നത്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ പോലീസ് വേഷം ചെയ്ത് ആ ഒരു കോൺഫിഡൻസിലാണ് ഇതിലേക്ക് ഡൈസണിനെ ആ പോലീസ് വേഷത്തിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പടം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിൽ പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഡൈസന് മറ്റൊരു വേഷം കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അതൊക്കെ ബ്രേക്ക് ചെയ്യണം. ഞാൻ ഷോർട്ട് ഫിലിം അത് ചെയ്തു, ഇതിലും അത് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഒരു വലിയ പ്രോജക്റ്റ് കാണുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടും വീണ്ടും ഒരു പോലീസ് വേഷം തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ കുറെ നടന്മാർ മലയാള സിനിമയിലുണ്ട്. ഒരു പടം എടുത്തു കഴിഞ്ഞാൽ, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ നമുക്ക് ഇന്ന ആളെ വിളിക്കാം. അപ്പൊ അങ്ങനെ ഭാവിയിൽ പോലീസ് വേഷം ചെയ്ത് തിരക്കുള്ള നന്നായി മാറട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതില് രജൻ കൃഷ്ണ പഴുത് അപ്പോൾ ഫസ്റ്റ് പടമോ ഇങ്ങനെ ഒരു നായകൻ ആദ്യം തന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഡയറക്ടർക്ക് എങ്ങനെയാണ് കിട്ടിയത്? സത്യം പറഞ്ഞാൽ സിനിമ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ഷൂട്ടിംഗ് വേളയിൽ രജൻ കൃഷ്ണ എന്ന നായകന്റെ അഭിനയമാണ്. ഈ ടൈറ്റിലിന് മുമ്പ് രജൻ കൃഷ്ണ എന്ന് തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട്. ഇതിൽ തന്നെ ഞങ്ങൾ രജൻ കൃഷ്ണയെ ഒരു പുതുമുഖ നായകനായിട്ടല്ല പരിചയപ്പെടുന്നത്.
എമർജിങ് സ്റ്റാർ എന്ന ടൈറ്റിലോട് കൂടിയാണ് പരിചയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലെ മികവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചത്. ദൈവം അതിനെ അനുഗ്രഹിക്കുമെന്ന് വലിയ കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണല്ലോ. അപ്പൊ ഒരു ഓഫീസറോട് കൂടിയൊക്കെ പോലത്തെ ഒരു സിനിമ ആയിരിക്കും അവിടെ. നമ്മൾ ഇതുവരെ കണ്ട മലയാളം സിനിമയുടെ ഒരു പ്രതിഫലനവും ഇതിലുണ്ടാകില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു, ആ ഇൻസിഡന്റ് സൊല്യൂഷൻ അന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ട പ്രഷർ വരുന്ന ഓഫീസേഴ്സ്, അതെങ്ങനെ അവർ കണ്ടെത്തും? 24 മണിക്കൂറിനകത്ത് കണ്ടെത്തുക വലിയൊരു ടാസ്ക്കാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ